വ്യാപാര കരാർ ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരെ അറിയിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഈ ട്രംപ് വന്ന് ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതെ അതെ, പ്രധാനമന്ത്രി നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പലരെയും വലിയ ചോദ്യ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെന്തായിരിക്കും വാസ്തവം? അല്ല, ഇതൊരു അതിശയമാണ്. നരേന്ദ്രമോദി എന്ന ലോകാരാധ്യനായ പ്രധാനമന്ത്രിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാണ്. കാരണം നമ്മൾ പല പത്രങ്ങളും ചാനലുകളും കേരളത്തിൽ വീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ചേട്ടന് ഓർമ്മ കാണും, വളരെ ആക്ഷേപ ഹാസ്യ രൂപത്തിലാണ് പ്രധാനമന്ത്രിയെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ട്രംപ് 50% ചുങ്കം ചുമത്തിയപ്പോൾ ലോകരാഷ്ട്രത്തിൻ്റെ വലിയ ഉലകം ചുറ്റുന്ന ബാലിബനല്ലേ മിണ്ടാത്തത്? എന്തേ പ്രതികരിക്കാത്തത്? UN രക്ഷാസമിതിയിൽ അത് ചോദ്യം ചെയ്യണ്ടേ? പുതിയതായിട്ട് അതിന് നേതൃത്വം കൊടുത്തുവന്ന യൂറോപ്യൻ യൂണിയനിൽ എന്തേ പറഞ്ഞില്ല? എന്തേ G20 സംസാരിച്ചിട്ടില്ല? എന്തെല്ലാം ആക്ഷേപങ്ങളായിരുന്നു. എന്താണോ കരാറിൻ്റെ വ്യവസ്ഥ, എന്താണോ ഒന്നും അറിയാതെ, ഈ കരാറിനെക്കുറിച്ച് ABCD അറിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും ആരാധ്യനായ നരേന്ദ്രമോദിയെ വിമർശിച്ചു കൊണ്ടിരുന്നു. അവിടെയാണ് നരേന്ദ്രമോദിയുടെ വിജയം. മഹാഭാരത യുദ്ധത്തിൽ എല്ലാം കണ്ടും സഹിച്ചും കേട്ടും ഭീഷ്മർ ഇരിക്കുന്നത് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രനായ ഭീഷ്മർ നരേന്ദ്ര ദാമോദർദാസ് മോഡി ഒന്നും മിണ്ടിയില്ല. പലപ്പോഴും ട്രംപ് വിളിച്ചിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലും ട്രംപിൻ്റെ ട്വിറ്ററിലും വിദേശ പത്രങ്ങളിൽ പോലും ട്രംപ് വിളിച്ചു, മോഡി ഫോൺ എടുത്തില്ല. ഇവിടെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഒരു വിദേശ രാഷ്ട്ര സന്ദർശനത്തെ ജർമ്മൻ വേളയിൽ സംസാരിക്കുന്നു. ഒരു വിദേശ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി വിളിച്ചാൽ എന്ത് നരേന്ദ്രമോദിക്ക് ഫോൺ എടുത്തുകൂടെ? ധിക്കാരം, അഹന്ത. പക്ഷെ ഇന്നോ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശീയ നേതാക്കൾ, നമ്മുടെ പുതിയ സെക്രട്ടറി MA ബേബി പോലും ആക്ഷേപിച്ചു, നരേന്ദ്രമോദിക്ക് 8ൻ്റെ പണി ട്രംപ് കൊടുത്തു. ഇനി നരേന്ദ്രമോദി ഒന്ന് വളരണതും ആ തലപ്പാവ്, രാജസ്ഥാൻ്റെ തലപ്പാവും വെച്ചൊക്കെ ചെങ്കോട്ടയിൽ വരുമ്പം തല ഒന്ന് കുനിഞ്ഞിരിക്കുമെന്ന് ആക്ഷേപ രൂപത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇന്നും അന്തസ്സും അഭിമാനത്തോടും കൂടി ഭാരത പ്രധാനമന്ത്രി തല ഉയർത്തി തന്നെ ലോകരാഷ്ട്രത്തിൻ്റെ മുമ്പ് നിൽക്കുന്നു. ലോകത്തിൻ്റെ ആ ഒരു സാമ്പത്തിക സർവേയിൽ ഭാരതം 4ാം സ്ഥാനം ജപ്പാനെ പിന്തള്ളി വന്നത് ആണ് ട്രംപിനെ ചടിപ്പിച്ചത്. ഏകദേശം 40 ആകുമ്പോഴേക്കും ഭാരതം അമേരിക്കയെ കടത്തിവിട്ടുമോ എന്നുള്ള ഒരു ദുരൂഹത അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ട്രംപിന് കൊടുത്തതിൻ്റെ ഒരു പിന്മാറ്റമെന്നാണ് ലണ്ടൻ ടൈംസ് പോലുള്ള പത്രങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം നിലപാടുകളായിരുന്നു. ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കാൻ പാടില്ല, എൻ്റെ രാജ്യത്തു നിന്ന് മാത്രമേ എണ്ണ ഇറക്കുമതി ചെയ്യാവൂ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിൻ്റെ സെസ് ലെസ് ചെയ്ത് തരാം, അത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുത്, സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യരുത്, ഇങ്ങനെ പല നിയന്ത്രണങ്ങളും കരാറുകളിൽ ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യയെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. ഈ ഒരു വൈരാഗ്യത്തിൽ പാകിസ്ഥാനുമായിട്ട് ചങ്ങാത്തമായി. പാകിസ്ഥാൻ പ്രസിഡൻറ്റിനെ ട്രംപ് ക്ഷണിച്ച് അത്താഴ വിരുന്ന് കൊടുത്തു. ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് ഈ 50% ചുങ്കം ഏർപ്പെടുത്തിയതിന് ശേഷം റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടും ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടും ട്രംപ് സംസാരിച്ചു. പക്ഷെ ഒന്നിനും കുലുങ്ങാതെ എന്ത് ഉപരോധം വന്നാലും എത്ര ചുങ്കം ചുമത്തിയാലും നമ്മൾ ആത്മനിർഭർ ഭാരതിൽ ഉറച്ച് ഇന്ത്യൻ ജനത നിൽക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ നിലപാടും വിശ്വാസവും ആ ഒരു ക്രെഡിബിലിറ്റിയുമാണ് ഇന്ന് ട്രംപിനെ ഭാരതത്തിൽ വന്ന് വരൂ, ചുങ്കം കുറയ്ക്കാം 18%. അതൊന്ന് ആലോചിച്ച് നോക്കണം. റഷ്യയ്ക്ക് പോലും 19%, കാനഡയ്ക്ക് പോലും, സ്വന്തം അടുത്ത രാജ്യമായ കാനഡയ്ക്ക് പോലും 21%, മറ്റ് യൂറോപ്യൻ യൂണിയന് പോലും 22%. നമുക്കാണ് ഏറ്റവും കുറവ് ഭാരതത്തിനാണ്.
പ്രസൻറ്റ് കൊണ്ട് ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ക്രയോജനിക് എഞ്ചിനുകൾ, ഇവിടെ ഉണ്ടാക്കുന്ന മൊബൈൽ ഫോണുകൾ, ആഹാര സാധനങ്ങൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു വ്യവസ്ഥിതിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്തിയിരിക്കും. ഇതൊരു വലിയ മാറ്റമാണ് ലോകരാഷ്ട്രങ്ങൾ. ഇതിൻ്റെ മൂലകാരണം എന്താ? യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന 40 രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ലോകാരാധ്യനായ നരേന്ദ്രമോദി ഒരു യൂറോപ്യൻ യൂണിയൻ കരാർ ഒപ്പിട്ടപ്പോൾ അമേരിക്കൻ വസ്തുക്കളൊന്നും ഇപ്പം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായ ഫ്രാൻസോ ബാക്കിയുള്ള രാജ്യങ്ങളോ ബ്രസീലോ ഒന്നും ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പോൾ ട്രംപിൻ്റെ ആഗോള ഓഹരി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ. അങ്ങനെ വന്നപ്പോൾ ഇന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ള ലോക നേതാവാരെന്ന് നോക്കിയപ്പോൾ വ്ളാഡിമിർ പുടിനെക്കാളും ഏറ്റവും യോഗ്യൻ നരേന്ദ്രമോദി എന്ന് ട്രംപിൻ്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇത് മോഡിക്ക് കിട്ടിയ സുവർണ അവസരം നരേന്ദ്ര ദാമോദർ ദാസ് മോഡി മുതലാക്കിയിട്ടുണ്ട്. നമ്മൾ സാധനം തരാം, വിത്തുൽപ്പന്നങ്ങൾ തരുവാൻ സാധ്യമല്ല, തൈകൾ തരുവാൻ സാധ്യമല്ല. അത്തരം തൈകളോ വിത്തുകളോ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ നെല്ല് വിത്ത് അവർക്ക് വേണം, ഇവിടുത്തെ കോക്കനട്ട് തേങ്ങ അവർക്ക് വേണം, ഇവിടുത്തെ കപ്പ അവർക്ക് വേണം, ഇവിടുത്തെ ഉള്ളി ജീരകം അവർക്ക് വേണം. ഇതെല്ലാം സീഡ് ഐറ്റങ്ങൾക്ക് വേണം. ഈ സീഡ് ഐറ്റങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഘാട്ട് കരാർ, ജനറലൈസ്ഡ് ഓഫ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്ന ആ ഘാട്ട് കരാറിൽ നമ്മൾ വിത്തുകൾ അവർക്ക് കൊടുത്തപ്പോൾ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇടിവ് പറ്റി. എക്സ്പോർട്ടില്ല സാധനങ്ങൾ, അവിടെ ഇത് വിളയിപ്പിച്ചെടുത്തു. മോഡിജി പറഞ്ഞു ആ ഘാട്ട് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിത്തുൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് ഇറക്കുമതി ചെയ്യുവാൻ ഒക്കുകയില്ല. നമ്മുടെ വിത്തുകൾ ബൈലറിങ് ചെയ്ത് മാത്രമേ അമേരിക്കയ്ക്ക് തരികയുള്ളൂ. ഉദാഹരണം നെല്ല് വേണം, അവരവിടുന്ന് ഫ്രഷ് ആരോഗ്യത്തിനുള്ള ചമ്പാവരി ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ചൂടാക്കിയ വെള്ളത്തിലിട്ടിട്ടേ അവർക്ക് കൊടുക്കുകയുള്ളൂ, അവിടെ പൊടിക്കാൻ നോക്കൂല. തേങ്ങ ലൈവ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കരാറിൽ. ഇല്ല, നൺ കഷ്കഡ് കോക്കനട്ട്, തേങ്ങ പൊതിച്ച് ചകിരിയും തൊണ്ടും മാറ്റിയിട്ട് ചിരട്ടയുള്ള തേങ്ങ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എനി വൺ കാർഷിക ഉൽപ്പന്നങ്ങൾ ഐറ്റങ്ങൾ, പ്ലാവ്, ജാക്ക് ഫ്രൂട്ട്, മാംഗോ ട്രീ, ട്രീകളൊന്നും പോകുകയില്ല, അതിൻ്റെ ഫലങ്ങൾ എത്തിച്ചു തരാമെന്നുള്ളതാണ്. അത് എഗ്രിമെൻറ്റുമായിട്ട് ഒരുപാട് ധാരണകൾ ഇനി നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ട് പീയൂഷ് ഗോയലുമായിട്ടത് ചർച്ചകൾ ചെയ്ത് വിദേശകാര്യമന്ത്രി ജയശങ്കർജിയുമായിട്ടൊക്കെ ഒപ്പിടലുണ്ട്. പക്ഷേ ആ വ്യവസ്ഥ ആ പത്രങ്ങളിൽ എഴുതിക്കുന്നതനുസരിച്ച് അവരുടെ ലക്ഷ്യം, അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യൻ കാർഷിക വിളകൾ അവിടെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രം. അപ്പം ട്രംപിൻ്റെ തലയല്ല മോഡിയുടെ തല. അത് ഏതൊരു മോഹൻലാലിൻ്റെ സിനിമയിൽ പറയുന്ന പോലെ ആ ഒരു കൂർമ്മബുദ്ധി, അതാണ് ചാണക്യതന്ത്രം. രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രവും ലോകരാജ്യത്തിൻ്റെ ചാണക്യതന്ത്രവും ഉപയോഗിക്കുവാൻ പറ്റുന്ന ലീഡറാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് പറയുകയുണ്ടായി. ഇന്ന് രാവിലത്തെ ന്യൂസിലതാ അഭിനന്ദിച്ചിരിക്കും. മോഡിയുടെ തീരുമാനത്തിനും ട്രംപിൻ്റെ തെരുവ ചുവത്തലിനും തിരിഞ്ഞു നോക്കാതിനുള്ള മറുപടിയാണ് ഞാനൊന്ന് വന്നോട്ടെ അണ്ണാന്ന് ചോദിച്ച് 18% തിരുവ ഇന്ത്യ ഗവൺമെൻറ്റിന് കുറച്ചുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പോകുന്നത്. 50,000 കോടി രൂപയുടെ മൂല്യനിധി ഭാരതത്തിൽ നീണ്ട 60 വർഷം ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ടും ഭാരതത്തിൻ്റെ GDP 2 ട്രില്യണേ ആവാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ 12 വർഷത്തെ ഭരണം കൊണ്ട് നരേന്ദ്രമോദി 4 ട്രില്യനാക്കി വളർത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ 60 വർഷവും 12 വർഷവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം ചേട്ടാ. എന്തുമാത്രം ഭാരതത്തിൻ്റെ വളർച്ച ബാക്കിലോട്ട് അടുപ്പിച്ചു ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ. ഒരു കാലഘട്ടത്ത് ഭാരതത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ചേട്ടനും അറിയാം, അമേരിക്കയുടെ ഗോതമ്പ് വരണം സ്കൂളുകളിൽ കൊടുക്കണമെങ്കിൽ, അമേരിക്കയുടെ മഞ്ഞപ്പൊടി വരണം കാച്ചി കുടിക്കണമെങ്കിൽ, അമേരിക്കയുടെ പ്രതിനിധി ഇന്ത്യയിൽ വന്നാൽ കാണിക്കുന്നത് പാമ്പുകൾ പിടിക്കുന്ന പാമ്പാട്ടികളെ എടുത്തുകൊണ്ട് കാണിക്കും. ഇതാണ് ഇന്ത്യൻ പീപ്പിൾസ് എന്ന് പറയും. ഇപ്പോഴോ
വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ നമ്മുടെ സംസ്കൃതികളായ മഹാബലിപുരത്തിൻ്റെ പൈതൃകങ്ങൾ കൊണ്ട് കാണിച്ച് നടന്ന് ചായയും കുടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വന്നപ്പോൾ നമ്മൾ ഹൈദരാബാദ് ഭവനിൽ കൊണ്ട് കാണിച്ച് ഹൈദരാബാദിൻ്റെ നഗര സിറ്റികളെല്ലാം കാണിച്ചു കൊടുത്തു. പണ്ടത്തെ ഇവരെല്ലാം ആഘോഷിക്കുന്ന നമ്മൾ നേതാക്കളെ കുറ്റം പറയുന്നതല്ല, പല നേതാക്കൾ ഇവിടെ ചെയ്തതെന്താ, നമ്മൾ ദരിദ്ര രാജ്യമാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ഇന്ത്യൻ ജനത വിദേശ രാജ്യത്ത് പോയാൽ പോലും ഈവൻ കുവൈറ്റിലോ സൗദിയിലോ ജോലിക്ക് പോയാൽ പോലും എംബസി ഉദ്യോഗസ്ഥന്മാർ പാസ്പോർട്ട് എടുത്ത് ബ്ലഡി ഇന്ത്യൻ എന്ന് പറഞ്ഞ് എഴുതി എല്ലാ രാജ്യത്തെ ജനങ്ങളെ വിട്ടാലേ ഭാരതീയരെ വിടുകയുള്ളൂ. ഇന്നോ പ്രൗഡ് ഓഫ് ഇന്ത്യ. ഏത് രാജ്യത്ത് പോയാലും ഭാരതീയർക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. സിംഗപ്പൂരിൻ്റെ എമിഗ്രേഷനിൽ പോയിട്ട് വന്നവർ പറയുന്നത് അവിടെ സ്നാക്സും ബിസ്ക്കറ്റും കോഫിയും ഫിൽറ്റർ കോഫിയും കൊടുത്താണ് ഇന്ത്യൻ ജനത എമിഗ്രേഷൻ സ്വീകരിച്ച് അയക്കുന്നത്. എന്താ, സിംഗപ്പൂരിന് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നു. ട്രംപിനും അതാ. ട്രംപിന് അവിടെ ഇപ്പോൾ ആഗോള വിപണി ഇടിഞ്ഞിരിക്കുന്നു. ഗോതമ്പ് കൃഷി കുറവാണ്, അരി കൃഷി കുറവ്, ചോളം കൃഷി കുറവ്. അതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷ്യസാധനങ്ങൾ ട്രംപിന് ആവശ്യമുണ്ട്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ പിണക്കിയാൽ അമേരിക്ക പാപ്പരാകുമെന്ന് മനസ്സിലായി. അമേരിക്ക ഉണ്ടാക്കുന്നു, പരസ്പരം രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കി വിൽക്കുന്നു. പക്ഷെ ഭാരതം അതല്ല. ഭാരതത്തിലെ 1,00,000-ൽ പരം ദിവസം കരുതൽ ഭക്ഷ്യസാധനങ്ങൾ ഭാരതത്തിൻ്റെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കരുതൽ ശേഖരമായിട്ട് ആരാധ്യനായ നരേന്ദ്രമോദിയും കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ശേഖരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തെല്ലാം നമ്മളൊന്നും അറിയാതെയാണ് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. ഉലകം ചുറ്റും ബാലിബൻ, 13 ലക്ഷത്തിൻ്റെ കോട്ടിടുന്നു, ഇദ്ദേഹത്തിന് എവിടുന്ന? അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ അഭിമാനമല്ലേ, നമ്മുടെ ഭാരതത്തിൻ്റെ യശസ്സല്ലേ അവിടെ പോയി ഉയർത്തുന്നത്? അതിനെക്കുറിച്ച് വാനോളം പുകഴ്ത്തണ്ട, പുച്ഛിക്കാതിരുന്നാൽ പോരെ. നമ്മുടെ ഇവിടുത്തെ അർബൻ നക്സലൈറ്റ് മാധ്യമങ്ങൾ പ്രകാശ് രഘുവംശം, പ്രശാന്ത് രഘുവംശം പോലുള്ളവരുടെ റിപ്പോർട്ടുകൾ കാണണം. ഇവിടുത്തെ മേജർ പത്രങ്ങളായ മനോരമ പോലും ബഡ്ജറ്റിന് എഴുതിക്കുന്ന ആത്മനിർഭർ ഭാരതത്തിന് ആമനിർഭർ ഭാരത് എന്ന് എഴുതിക്കുന്നു. ഇന്ന് ആ അമേരിക്ക വാനോളം പുകഴ്ത്തുന്ന രാജ്യമായ ഈ മനോരമ പുകഴ്ത്തുന്ന രാജ്യം പോലും ഇന്ന് നരേന്ദ്രമോദിയുടെ മുന്നിൽ വന്ന് മുട്ടുമടക്കിയിരിക്കുന്നു. ഒരു പത്രം നോക്കണം, ആ പത്രത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ കൂടെയുള്ള ക്രെഡിബിലിറ്റി, രാജ്യസ്നേഹം, പത്രധർമ്മം. ബഡ്ജറ്റിനെ അവിടെ നരേന്ദ്രമോദിയെ മ്ലേച്ഛമായ രീതിയിൽ കാർട്ടൂൺ വരച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ ആപ്തവാക്യത്തെ ആമനിർഭർ ഭാരത് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്ത് ആക്ഷേപിച്ചിരിക്കുന്നു. ഇതത്ര ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വിദേശ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലോകരാജ്യത്ത് എല്ലാ രാജ്യത്തും കിട്ടുന്ന ഒരു മോഡിയുടെ ജനപിന്തുണ ഇന്ത്യയിൽ ഇടിക്കുക എന്നുള്ള ഒരു ഇടതുപക്ഷ തൽപര കക്ഷികളുടെ പത്രധർമ്മമാണ് ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവരൊക്കെ എതിർക്കാൻ കാര്യം? പണ്ടൊക്കെ മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ ആഗോള വിപണിയിലെ കരുതൽ ശേഖരം വളരെ കാലിയായിരുന്നു ഫുഡ് കോർപ്പറേഷൻ. ഈ 12 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തും ഏത് രാജ്യത്തിനും ഇന്ന് കയറ്റുമതി ചെയ്യുന്നു. ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഓഫീസ് കാര്യത്തിന് കൊളംബോയിൽ പോയി. കൊടും ദാരിദ്ര്യമാണ് കൊളംബോയ്ക്ക് ആവശ്യമുള്ള ഡീസൽ, പെട്രോൾ, ഫിഷർമാൻമാർക്ക് വെളിയിൽ പോകേണ്ട മണ്ണെണ്ണ, ബോട്ടിൽ പോകേണ്ട, കഴിക്കേണ്ട അരി, സാധനങ്ങൾ, 1 ലിറ്റർ പെട്രോളിന് 640 രൂപയാണ് കൊളംബോയിൽ. ഭാരതമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഭാരതം ചൈന സഹായിച്ചിരുന്ന ഒരു രാജ്യത്തെ ആഹാരത്തിന് വേണ്ടി ഇന്ത്യയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വ്യാപാര കരാർ ഒരു ചരിത്ര സംഭവമായി സംഭവം. കാരണം ഏകദേശം അടുത്ത 2030 ഭാരതം ലോക നാണ്യനിധിയിൽ ഏകദേശം GDP റേറ്റിൽ അടുത്ത 2 വർഷത്തിനകം ഭാരതം 3-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു പോക്ക് അമേരിക്കയുമായിട്ട് ഈ ചങ്ങാത്തത്തിൽ വന്നതിൽ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.